പാർട്ട് 2 ആണ്. ഒരു വീഡിയോ ഞാൻ കുറേ ടൈം എടുത്തപ്പം അത് തീർന്നു. സോ പാർട്ട് 2 നമുക്ക് വയ്ക്കാം. ചൂടുവെള്ളം ഒഴിക്കുക, നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഈ ഇല കാണുമ്പോൾ നല്ല ഭംഗിയുണ്ട്. ഈ ഇല കാണാൻ ഇങ്ങനെ തനി അതിൻ്റെ ഇലയിൻ്റെ ഇടയ്ക്ക് മിക്സ് ചെയ്യും. ഭയങ്കര മാറ്റം. അടുത്ത അമ്മമ്മ കൈ ഇട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യണം. ഗൈസ് കണ്ടല്ലോ, ഇലയപ്പം ഉണ്ടാക്കാനുള്ള മിക്സാണ് ഗൈസ് ഇവിടെ ഇരിക്കുന്നത്. ഇപ്പം കണ്ട ഇപ്പോഴത്തെ ടെക്സ്ചറാണ് കറക്റ്റ് ടെക്സ്ചർ. ആ ടെക്സ്ചർ നോക്കിക്കേ. ഇപ്പോൾ കറക്റ്റ് ടെക്സ്ചർ ആയിരിക്കും. നമ്മൾ പിടിക്കുമ്പോൾ പൊടിഞ്ഞ് വരും. നല്ല ടെക്സ്ചറാണ് ഗൈസ്. ഞാൻ നിങ്ങൾക്ക് കാണിക്കുന്നതെല്ലാം കഴിക്കുകയാണ് കേട്ടോ. നല്ല ടേസ്റ്റ് ഉണ്ട്. നേരത്തെ കുറച്ചുകൂടി ടേസ്റ്റ് ചെയ്യുന്നത് കഴിക്കും. കട്ടിയായിരുന്നുണ്ട് ശർക്കരയുടെ ഒരു ഫ്ലേവർ കൂടുതലാണ്. ഈ കഴിച്ചത് ഇതുപോലെ. അമ്മ അതൊന്ന് കാണിച്ചേ. അതെങ്ങനെ ചെയ്യുന്നതെന്ന് അമ്മാമ്മ ഇപ്പോൾ കാണും. അമ്മമ്മ അതൊന്ന് കാണിച്ചു കൊടുത്തേ. അവർക്ക് മനസ്സിലായില്ല, കാരണം അമ്മമ്മ സ്പീഡായിരുന്നു. അമ്മമ്മ അടുത്തതിൽ കാണിച്ചു തരും കേട്ടോ ഗൈസ്. അപ്പോൾ ഈർക്കിലൊക്കെ വെച്ച് എന്തൊക്കെയാണ് ചെയ്യുന്നുണ്ട്. ആ ഈർക്കിൽ ശരിയായില്ല ഗൈസ്, പോയി. ഇതെല്ലാം അമ്മമ്മ നല്ല ഭംഗിയായിട്ട് ചെയ്യുന്നു കണ്ടോ. ഗൈസ് അമ്മ അവന് വഴക്ക് കൊടുക്കണം. പിന്നെ അമ്മ നൊസ്ത ഇടയ്ക്കിടയ്ക്ക് പറയുന്നുണ്ട്. അമ്മ പറഞ്ഞ നൊസ്ത എൻ്റെ ഹൃദയത്തിൽ ടച്ച് ചെയ്തു. അമ്മ പറഞ്ഞെന്താണെന്ന് വെച്ചാൽ കൊച്ചിലായിരുന്നപ്പോൾ അമ്മ ഫുഡ് ഉണ്ടാക്കുന്ന കാണാൻ വേണ്ടി ഞാൻ ഇവിടെ വന്ന് ഇരിക്കുമെന്ന് എനിക്ക് ടച്ച് ചെയ്തു ഗൈസ്. ടച്ച് ചെയ്തു ഗൈസ്. ഇതൊരു അമ്മയും അമ്മമ്മയും കൂടെയാണ് ചെയ്യുന്നത്. അപ്പം ഒരെണ്ണം അമ്മമ്മ ഇപ്പം കാണിച്ചു തരും. അമ്മമ്മ പതുക്കെ ചെയ്യണം. എന്നാലും കണ്ടോ, ഇതുപോലെ വെച്ചിട്ട് നന്നായിട്ട് പരത്തി വെക്കണം. ഇത് പല ഷേപ്പിലും നമുക്ക് ഉണ്ടാക്കാൻ പറ്റും. ഇതുപോലെ മടക്കും, എന്നിട്ട് വീണ്ടും വെക്കും. അങ്ങനെ ഒരെണ്ണത്തിൽ നമുക്ക് 2 എണ്ണം കിട്ടും. ഇതിലാണെങ്കിൽ കുറേ ഫില്ല് ചെയ്യുന്നതാണ് ഒരെണ്ണം കിട്ടുള്ളൂ. ഗൈസ് പപ്പ വന്നിട്ടുണ്ട് ഗൈസ്. ടേസ്റ്റ് ചെയ്യാൻ വേണ്ടിയാണ് പപ്പ വന്നത്. സഹായിക്കുന്നില്ല ഗൈസ്, ഒന്നും സഹായിക്കില്ല. ലൂസിഫർ പടം കണ്ടിട്ട് ഇടയ്ക്ക് പറയുന്നത്. ഇപ്പോൾ കഴിക്കാൻ വേണ്ടി കിട്ടുന്നു ടേസ്റ്റിന്. ഒന്നും പറ്റുന്നില്ല. ഗൈസ് നമ്മളെടുത്ത ഈർക്കിൽ ശരിയില്ലായിരുന്നു. സോ ഈർക്കിൽ എൻ്റെ അനി എന്നെ സഹായിക്കുന്നു ഈ താഴെ പോയി. ഇതാ ചതുരപ്പയർ നമ്മൾ പൊരിക്കുകയായിരുന്നു. ചതുരപ്പയറില്ലേ ചെയ്ത് അതിനൊക്കെ പൊട്ടിച്ചെടുക്കണം. തേങ്ങ വന്നു ഗൈസ് നമ്മുടെ സ്ഥലത്ത്. ഗൈസ് കണ്ടോ, നമുക്കിത് കൊണ്ടുപോകാം. ചതുരപ്പയർ കൊണ്ടുപോകാം. ചതുരപ്പയർ നമുക്കിവിടുത്തെ ഗ്രീനറി ഒക്കെ കണ്ടിട്ട് വരാം. ഗ്രീനറി ഗൈസ്. ഇവിടെ ചതുരപ്പയറുണ്ട്. ഇതവിടെ ശ്രദ്ധിച്ച് നോക്കിയാൽ തേങ്ങ ഉള്ളത് കാണാം. നല്ല കോക്കനട്ട് പറഞ്ഞാട്ടോ, നല്ല തേങ്ങയാണെന്ന്. ഇവിടെ മാവുണ്ട്, മാങ്ങമരമൊക്കെ ഉണ്ട്. തേങ്ങയ്ക്ക് മധുരം. ഗൈസ് കേശു അവനെ അതിനെ പ്രൊമോട്ട് ചെയ്യണം. പറഞ്ഞോ നല്ല മധുരമുള്ള തേങ്ങ എന്നാണ് അവൻ പറയുന്നത്. തേങ്ങ കൊണ്ടാവും എന്നെ കൊണ്ടുപോകും. ഗൈസ് ഇവിടുത്തെ ഗ്രീനറി ഉണ്ടോ, എന്താ ഭംഗി ഇല്ലേ. നല്ല ഗ്രീനറിയാണ് ഗൈസ്. തോക്ക് ഗൈസ്, തോക്ക് അച്ഛ ഇവിടെ. മാങ്ങയൊന്നും ഇല്ലല്ലേ അച്ഛാ, തേങ്ങ മാത്രമേ ഉള്ളൂ. അച്ഛാമ്മ ഇന്നലെ മാങ്ങ കൊണ്ടുവന്ന് അച്ചാറിട്ട് ഒന്ന് കുറച്ചടിച്ച്. മാങ്ങയൊന്നും ഇല്ല, തേങ്ങ മാത്രമേ. പണ്ടൊക്കെ അച്ഛൻ ഇവിടെ മാങ്ങയൊക്കെ ഇതിൻ്റെ മണ്ടയിലൊക്കെ കയറിയിട്ടാണ് ഗൈസ് എടുക്കുന്നത്.
ഒരു മിനിറ്റ് ഗൈസ് നമുക്കത് ഇങ്ങോട്ട് പോകണേ ഇല്ലേ വേറെ പുഴയൊക്കെ കളക്കി ഗൈസ് ഇത് ചീത്തയായി പോയതാണ്. അപ്പോൾ നമ്മളത് കളയും. സോ നമുക്ക് ഇനി പോവാം. ബാ എന്താ ഭംഗിയല്ലേ ഇതിനെയൊക്കെ കാണാൻ. ഇത്ര നാളെ ഇതുപോലെ ഗ്രീനറിയൊക്കെ കണ്ടിട്ട്. അച്ഛൻ അങ്ങോട്ട് പോകും. ഇനി അടുത്ത് ഇരുത്തില്ല. ഈർക്കിൽ നല്ലത് കിട്ടാത്തതിൻ്റെ വിഷമത്തിലാണ് ഗൈസ് നമ്മൾ. അവിടെയാണ് ഈർക്കിലുള്ളത്, പക്ഷെ ഒന്നും കിട്ടണില്ല. എന്തായാലും ഈർക്കിലിട്ട് നോക്കാം. ചപ്പലിട്ട് പോയി നോക്കാം. നമുക്ക് നോക്കാം എന്തെങ്കിലും കിട്ടുമോ എന്നൊക്കെ. ഗൈസ് അവരവിടെ പരിപാടി മൊത്തം തീർക്കുന്നതിൻ്റെ ഇടയിൽ നമുക്ക് ഊഞ്ഞാല് ശരിയാക്കാം. ഇതിങ്ങനെയാണ് കിടക്കുന്നത്. വേണ്ട പക്ഷേ അത് താന്നാണ് കിടന്നത്. സോ അച്ഛൻ അത് ശരിയാക്കാൻ പോകണം. അച്ഛൻ അത് ഒന്നുകൂടെ മുറുക്കി കിട്ടണം ഗൈസ്. നമ്മൾ ലാസ്റ്റ് ഇട്ട വീഡിയോയ്ക്ക് 1K അടിച്ചായിരുന്നു. ബെറോട്ടൻ ചിക്കനായിരുന്നു. ബെറോട്ടൻ ചിക്കനാണ് ലാസ്റ്റ് 1K വീഡിയോ ഇട്ട്. കണ്ടോ അവൻ പറഞ്ഞ കേട്ടോ കമ്പ്, ഈ കമ്പ് ഈർക്കിൽ പോലത്തെ അവിടെ ഉള്ള ഈർക്കിൽ കമ്പാണ് വേണ്ടത്. ഇതാ അവനിതാ അതിൻ്റെ ഇടയിലുള്ള സദ്യ കമ്പ് വേണമെന്ന്, സദ്യ കഴിക്കുന്ന കമ്പ് വേണമെന്ന്. മീൻസ് ഇതിൻ്റെ ഇടയിൽ കൂടെ കാണുന്ന കമ്പില്ലേ അതവന് വേണമെന്ന്. പോയാലും നമുക്കതൊന്നും എടുക്കാനുള്ള ശക്തിയൊന്നുമില്ല ഗൈസ്. തൽക്കാലം നമ്മളിപ്പോൾ ഒരിടത്തും പോകുന്നില്ല. സോ നമുക്ക് ഇവിടെ തന്നെ ചപ്പലൊക്കെ കൂട്ടിക്കാം. അപ്പം ഇതിനെ റെഡി ആക്കി കൊടുക്കുക. ഇത് വലുതും ഇത് ചെറുതുമാണെന്നാണ് മോൻ്റെ അഭിപ്രായം. എന്തായാലും നമുക്ക് കിച്ചണിൽ എന്താണെന്ന് നോക്കിയിട്ട് വരാം പ്ലീസ്. വരും. ഇതിപ്പോൾ എൻ്റെ ഡേ മൈ ലൈഫ് പോലെ ആയില്ല. ഞാൻ ഇനി ഒരു ദിവസം ഫേസൊക്കെ റിവീൽ ചെയ്യാൻ പറ്റുമ്പോൾ, ഫേസൊക്കെ റിവീൽ ചെയ്യണമെങ്കിൽ ഒരു 500-ന് മുകളിൽ സബ്സ്ക്രൈബേഴ്സ് ഒക്കെ വേണം എന്നാണ് അപ്പ പറയുന്നത്. സോ തീരാറായിട്ട് നോക്കൂ ഗൈസ്, അമ്മമ്മ ഇവിടെ കുറേ ചെയ്തിട്ടുണ്ട്. പോവാൻ ബൈ ഗൈസ്. ശരിയാക്കിയാ ഒരുവിധം. ഇപ്പം നേരത്തേക്കാൾ ബോറായ ഗൈസ്. നമുക്ക് ശരിയാക്കും ഗൈസ്, നമുക്ക് ശരിയാക്കാം. കുഴപ്പമില്ല. ഗൈസ് അച്ഛൻ എവിടെ പോകണം? നമുക്ക് ചപ്പലിട്ട് കൂടെ പോവാം. ബാ അച്ഛൻ ഇതിൻ്റെ ഇടയിൽ കൂടെ ഒക്കെ കയറി ഇല എടുക്കാൻ വേണ്ടി നോക്കണം. പക്ഷെ ഇവിടെ നല്ല ഗ്രീനറി ഉണ്ട്. പക്ഷെ ഏറ്റവും നല്ല കാഴ്ച കാണിച്ചു തരാം. അച്ഛൻ അവിടെ നിന്ന് ആ ഇല എടുക്കും. നല്ല ഇതാണ്. ഏറ്റവും നല്ല കാഴ്ച എന്താ അതാണ് ഏറ്റവും വലിയ മരം എന്നാണ് പറയുന്നത്. പപ്പു എന്തായാലും അടച്ചിട്ടുണ്ട് ഗൈസ്. അവനിത് ഊഞ്ഞാലാട്ടണമെന്ന് പറഞ്ഞ് നിൽക്കണം. നമുക്ക് എന്തായാലും ആട്ടി കൊടുക്കാം. അപ്പോഴത്തേക്കും അമ്മ അവിടുത്തെ പണിയൊക്കെ തീർക്കും. അപ്പം ഊഞ്ഞാലാട്ടാം. ബാ വന്നിക്ക്. എൻ്റെ അപ്പോ നീ എങ്ങനെയൊക്കെ നിൽക്കണേ? അച്ഛാ ഊഞ്ഞാലിൻ്റെ അവസ്ഥ ഇപ്പം ഇങ്ങനെയായി. ഞാൻ ഇത് നോക്കട്ടെന്നില്ലേ ഗൈസ്. അപ്പോൾ നമുക്ക് കുറച്ച് നേരം ഊഞ്ഞാലാടി കളിച്ചിട്ടൊക്കെ വരാം. പിന്നെ കുറച്ച് പഠിക്കുകയൊക്കെ ചെയ്യാം. അപ്പോഴത്തേക്കും അമ്മ ഇതെല്ലാം ചെയ്ത് തീർക്കും. അവിടെ ഊഞ്ഞാലാടിക്കൊണ്ടിരിക്കുകയാണ്. അയ്യോ ചരിഞ്ഞു പോയാ ഉദാഹരണം. ഈ സമയം ഊഞ്ഞാലാട്ടിയിട്ട് ഞാൻ ഫോൺ എടുക്കാൻ വേണ്ടി വന്നതാണ്. ഗൈസ് ചരിഞ്ഞെരിഞ്ഞ് പോകണം ഗൈസ്. നോക്കുക പാടനാട്ടം ഗൈസ്. നമ്മൾ കളിച്ച് കഴിഞ്ഞാൽ നമുക്കിനി അവിടെ എന്തൊക്കെയാണെന്ന് നോക്കാം ഗൈസ്. ഫോൺ ഓഫ് ചെയ്ത് വെച്ചിട്ടാണ് പോയത്. കുറേ ആയി ഗൈസ്. ഇവിടെ കുറേ ആയി കേട്ടോ.
ഇതാ ഇല കൊത്താത്തതാണോ വേണ്ടത്? ഇതിലിപ്പിടല്ലായിരുന്നു. ഇപ്പം ഇതെല്ലാം നമ്മൾ വീഡിയോ എടുത്ത് ഷൂട്ട് ചെയ്യുന്നുണ്ട്. നോക്കിക്കേ. കൊള്ളാമല്ലേ പണിയൊക്കെ ചെയ്തിട്ട് ഇങ്ങനെ കാണാൻ? കുറേയൊക്കെ ഞാൻ ചെയ്തില്ലെന്ന് പറയാൻ പറ്റില്ല, ഞാൻ കുറേ ചെയ്തു. നല്ല വ്യൂ ഒക്കെ. എന്താടാ ഇങ്ങ് വാ. നല്ലതും ശരിയായില്ലേടെ അളിയാ? നമുക്ക് നോക്കാം. ബാക്കി പോ. ഊഞ്ഞാലുണ്ട് അവസ്ഥ. മക്കൾ ഫോൺ പിടിക്കുമോ? ചേച്ചിയുടെ ബോഡി കാണല്ലേ? മീൻസ് ചേച്ചിയുടെ കൈ മാത്രം കണ്ടാൽ മതി. ചേച്ചിയുടെ ഫേസ് ഒന്നും കാണിക്കണ്ട, കാരണം അച്ഛൻ സമ്മതിക്കില്ല. ഇതിനെങ്ങനെ ശരിയാക്കൂടെ? ഇങ്ങനെ വരണോ? ഇങ്ങനെയല്ലേ വരണ്ടേ? ഇങ്ങനെ ശരിയാക്കും. കെട്ടൊക്കെ ഇട്ടിട്ടുണ്ട്. ഇതുപോലെ ഇതിനെ കെട്ടിയാൽ ശരിയാവും ചിലപ്പോൾ. ഇതുപോലെ കെട്ടിയാൽ അപ്പം എന്തായാലും ഇതാ. നമുക്ക് ആടാം. ഞാൻ നോക്കി നോക്കട്ടെ മക്കളെ. രണ്ടിന്ന് മാറും. ചേച്ചി ആടി നോക്കട്ടെ. കേസ് അപ്പം ഊഞ്ഞാലാടാം. ആട്ടി ഊഞ്ഞാലാടുകയാണ്. നമ്മൾ രണ്ടുപേരും ഇവിടെ ആവുന്നുണ്ട്. ഇപ്പം സ്ട്രെയിറ്റ് ആയിട്ടാണല്ലോ പോണേ. ഒരു എക്സ്ട്രാ വെയിറ്റ് വരുമ്പോൾ സ്ട്രെയിറ്റ് ആയിട്ട് പോകും ഗൈസ്. എക്സ്ട്രാ വെയിറ്റ്. എന്തായാലും നമുക്ക് ഊഞ്ഞാലാടി കഴിഞ്ഞു. നമുക്ക് എന്തായി പരിപാടി നോക്കിയിട്ട് വരാം ഗൈസ്. എന്തായി പരിപാടി? ഇവിടെ ഗൈസ് ഇതെല്ലാം ചെയ്ത് വെച്ചതായി ഇവിടെ അടുപ്പിൽ വെച്ചിട്ടുണ്ട്. എത്ര ഫ്ലെയിമിൽ അമ്മ വയ്ക്കേണ്ടത്? വീണ്ടും മീഡിയം ഫ്ലെയിമിൽ വെച്ച് ഇതിന് എത്ര നേരം വെക്കണം? 20 മിനിറ്റോളം വെച്ച് നമ്മൾ പുറത്തെടുത്ത് ചൂടാറാൻ വേണ്ടി വെക്കണം. എന്നിട്ട് നമ്മളിത് കഴിക്കണം. നല്ല ടേസ്റ്റ് ആയിരിക്കും ഗൈസ്. ഗൈസ് നമ്മൾ അങ്ങനെ 20 മിനിറ്റോളം വെച്ച് ചൂടാറിക്കഴിഞ്ഞത് നമുക്കിനെ പൊളിച്ച് നോക്കാം. ഗൈസ് ഇതാ നല്ല തണുപ്പിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇത് കഴിക്കണം, അത്രേ ഉള്ളൂ. നല്ല ടേസ്റ്റ് ഉണ്ട്. എന്തായാലും ബൈ. ഗൈസ് ഞാൻ പറ്റിച്ചാണ്, അത് പച്ചയാണ്. അമ്മ എന്നെ കളിയാക്കണം ഗൈസ് ചൂടായിപ്പോന്ന്. ഇത് 20 മിനിറ്റോളം വെക്കണം. അത്രയും ടൈം ഇത് ഫോണിങ്ങനെ വെച്ചേക്കാൻ വയ്യാത്തതുകൊണ്ടാണ് ഗൈസ്. എന്തായാലും ബൈ.